ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാർഡ്ബോർഡ് കൊണ്ട് ഒരു ബാസ്ക്കറ്റാണ്. അത് നെയ്തെടുത്തൊരു ബാസ്ക്കറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കാർഡ്ബോർഡ് പീസ് വേണം. ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമ്മൾ കാർഡ്ബോർഡ് പീസ് എടുത്തു. അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചീന്തി കൊടുക്കുക. രണ്ട് സൈഡിൽ നമ്മൾ ചീന്തി കൊടുക്കണം. അപ്പോൾ ഇത്ര കട്ടി വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മെല്ലെ നമ്മളിങ്ങനെ ചീന്തി കൊടുക്കുക. ചീന്തുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ കീറി വരും. അപ്പോൾ നമുക്കതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചീന്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചീന്തി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിലുള്ള ഭാഗങ്ങൾ വേറിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ചീന്തി കൊടുക്കുക. ചീന്തി ഇങ്ങനെ വരും. ചീന്തി വരുന്നില്ലേ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് ചീന്തി കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് ചീന്തി കൊടുത്താൽ അത് പോരും. അപ്പോൾ നമുക്കത് പോന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് പീസായി മാറി. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടി എടുത്തിട്ടുണ്ട്. അത് റൗണ്ട് ചെയ്ത് നമ്മൾ അത് രണ്ട് പീസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പെൻസിൽ കൊണ്ട് അത് മാർക്ക് ചെയ്യാം. പിന്നെ അത് കട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ റൗണ്ട് പാത്രം വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യല്ല, വരച്ചെടുക്കുന്നുണ്ട്. രണ്ട് റൗണ്ട് വേണം. ഓക്കെ, ഇപ്പോൾ റൗണ്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു റൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് റൗണ്ട് തന്നെ വേണം. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ മറ്റേതും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് കട്ട് ചെയ്തു. നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. അതിന് ഒരു വട്ടത്തിൻ്റെ മേലെ പശ തേച്ച് കൊടുക്കുക. പശ തേച്ച് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ പശ തേച്ചു. നമുക്ക് മറ്റേ പീസ് ഇതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു. കൈ വെച്ച് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ രണ്ടെണ്ണം വേണം. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പീസ് എടുത്ത് ഇതേ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ എല്ലാതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അതിൽ രണ്ട് പീസ് എടുത്ത് ഒരു പീസ് ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് കുറച്ച് കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കിനി പശ തേച്ച് കൊടുക്കാം. ഇനി മറ്റേ കഷ്ണം നമ്മൾ അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ പിടിച്ച് നമ്മളത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ സിമ്പിളായി ഒട്ടി കിട്ടും. ഓക്കെ, ഇപ്പോൾ അത് ഒട്ടിക്കഴിഞ്ഞ് ഇനി ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 12 പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യം ഒരു വട്ടെടുത്ത് വെച്ചു. അതിൻ്റെ മേലെ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഫസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ അടുത്തത് മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡ് പിന്നെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ എല്ലാ പീസും 12 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ 12 പീസ് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇത് വെക്കേണ്ട ഫോം കാണിച്ച് തരികയാണ്. നമുക്കിനി ഇത് ഗം തേച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഓക്കെ, ഒട്ടിച്ച് കൊടുക്കാം. അധികം ഇങ്ങനെ തേച്ച് കൊടുക്കുക. പ്ലസ് ഇട്ട് തേച്ച് കൊടുത്തു. പിന്നെ ഇതുപോലെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 12 പീസ് വേണം. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ ഇങ്ങനെ ഒട്ടിക്കുക. ഒരു ജസ്റ്റ് അതിന് സെൻറ്ററിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ എല്ലാതും ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയർ ചെയ്യേണ്ടത്.
ഓക്കെ, എല്ലാതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വരികയാണ്. ഞാൻ റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വരുന്നുണ്ട്. ഇതേ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഇത് തെറ്റിപ്പോയാൽ നമുക്ക് കറക്റ്റ് ബാസ്ക്കറ്റ് ആവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതെങ്ങനെ റൗണ്ടിലായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഷേപ്പ്. ഇനി നമ്മളിതിൻ്റെ മേലെ മറ്റ് സ്ക്വയറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. സ്ക്വയറല്ല, ആ വട്ടം കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒട്ടിക്കഴിഞ്ഞു. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോന്നും നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച് മടക്കി കൊടുക്കുക. അങ്ങനെ എല്ലാതും ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാതും മടക്കി സെറ്റായി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ വേറൊരു പീസ് എടുത്ത് വളരെ നൈസായി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ചധികം കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ കുറേ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ കുറേ പീസ് എടുക്കുക. എന്നിട്ട് അതിലൊരു പീസ് എടുത്ത് ഗം ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അറ്റത്താണ് നമ്മൾ ഗം ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത പീസ് എടുത്ത് ഒട്ടിക്കുക. അങ്ങനെ അടുത്ത ആ ഒട്ടിച്ചതിൻ്റെ അറ്റത്ത് പിന്നെയും ഗം തേച്ച് കൊടുക്കുക. പിന്നെ ഒട്ടിക്കുക. പിന്നെ അടുത്തതും അങ്ങനെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നൂല് പോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് എടുത്ത് അതിലിങ്ങനെ കോർത്ത് വരണം. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നിൻ്റെ മേലെ കൂടെ നമ്മളിങ്ങനെ എടുക്കും. ഇതിപ്പോൾ താഴത്ത് കൂടെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ, പിന്നെ താഴെ, പിന്നെ അത് കഴിഞ്ഞ് മേലെ, അങ്ങനെ നമ്മൾ ഇത് മുഴുവൻ കോർത്ത് വരണം. ഇനി മേലെ, പിന്നെ താഴെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബാസ്ക്കറ്റ് നെയ്ത് വരുന്നത്. ഇനി ഇതിൻ്റെ മേലെ വരും. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പണി കൂടി ഉണ്ട്. ഇനി ബാക്കി വന്നത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ജസ്റ്റ് ഒരു ലുക്കാണിത്. ഇനി കുറച്ച് പണിയുണ്ട്. ബാക്കി വന്നത് കട്ട് ചെയ്ത് ഞാൻ ആ ഭാഗത്ത് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടാലൊരു ഓലക്കൊട്ട പോലെ ഉണ്ട്. ഉണങ്ങിയ ഓല ഇട്ടുണ്ടാക്കിയ കൊട്ട പോലെയാണ് ജസ്റ്റ് തോന്നുന്നത്. ഇത് കാർഡ്ബോർഡാണെന്ന് ഒരിക്കലും തോന്നില്ല. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് അതിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓലക്കൊട്ടായിട്ട് മാറിയുള്ളത്. അപ്പോൾ ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. കണ്ടാൽ ശരിക്കും ഓലക്കൊട്ട പോലെ തന്നെ തോന്നുന്നത്. ഇനി നമുക്ക് ഇതിന് വള്ളി വെച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ അതിന് വേണ്ടി ബാക്കി വന്നൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് വെട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് വെട്ടി. ഇനി ഒന്നുകൂടി നമുക്ക് വെട്ടിയെടുക്കണം. ഇപ്പോൾ ഇതാ രണ്ടാമത് ഞാൻ വെട്ടിയെടുത്തു. അതിന് വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെട്ടിയെടുത്തത്. ഇനി ഒന്ന് ഇതിൻ്റെ മേലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു കട്ടി വീഴണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ വെട്ടി കൊടുത്തു, ഒട്ടിച്ചിട്ടുള്ളത്. കാണുമ്പോൾ ശരിക്കും ഒരു ഓല പിരിച്ച് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ കണ്ടാൽ ഓലക്കൊട്ട പോലെയല്ലേ? ഇത് കാർഡ്ബോർഡാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൊട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. വളരെ സിമ്പിളാണ്. അത് നെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.